ആഭിമുഖ്യത്തിൽ ഉപഹാരം സമർപ്പിക്കുന്നതാണ്. പൂജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ദിവസമാണിന്ന്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഹുഭാഷാ സാഹിത്യകാര സംഗമം ഇവിടെ നടത്താറുണ്ട്. പല ഭാഷകളിലുള്ള സുഹൃത്തുക്കളെ ഒരുമിക്കുവാനും അവരുടെ ആശയങ്ങൾ കൈമാറുവാനുമുള്ള ഒരു അവസരം കൂടിയാണിത്. ഓരോ ഭാഷക്കാരും അവരുടേതായിട്ടുള്ള ഭാഷയിൽ കവിതകൾ അല്ലെങ്കിൽ ഗീതങ്ങൾ അവതരിപ്പിക്കും.
ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാക്കിയ അന്താരാഷ്ട്ര പുസ്തകോത്സവ കമ്മിറ്റിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് സമയം ആയിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. പ്രമോദ് സാർ തുടങ്ങാം. നമ്മുടെ മട്ടാഞ്ചേരിയിലേക്ക് 5 മിനിറ്റ് കടന്നു ചെന്നാൽ എത്ര ഭാഷ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് അവിടെ കാണുവാൻ പറ്റും എന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വാസ്തവത്തിൽ മട്ടാഞ്ചേരി ഭാരതത്തിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്, ഒരു പരിച്ഛേദമാണ്. കൊങ്ങിണിയും മലയാളവും ഗുജറാത്തിയും കച്ച് ഭാഷയും എന്തിന് എത്രയോ ഭാഷകളുടെ ഒരു വിളനിലമാണ്. നമുക്ക് ഈ ഭാഷകളുടെ ആ സുഗന്ധം ആസ്വദിക്കുവാൻ ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കാം. ഇവിടെ പലരും കഴിഞ്ഞ വർഷവും ഇതിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ഈ ഭാഷാ സുഗന്ധം ആസ്വദിക്കുവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഇതിൽ പങ്കെടുക്കാൻ സ്വാഗതം ചെയ്യുകയാണ് തുഷാര CJ, NM ഹസൻ, പീറ്റർ ഹോളിവൽ ഫെർണാണ്ടസ്, ഹേമാങ്കിനി പട്ടേൽ, പരിണിതാർ രവി, സുമ രാംനാഥ്, ബിന്ദു സന്തോഷ്, കിഷോർ അർജുൻ, സിസ്റ്റർ തെരേസ ആലഞ്ചേരി, ശ്രീകല NV, ബുണ്ടി സിംഗ്, ഉത്തം C മിശ്ര, കൃഷ്ണ മിശ്ര, ജ്യോതി വിജയകുമാർ, ബഷീർ കിഴക്കേ വീട്ടിൽ, മുകേഷ് ജെയിൻ, R കൃഷ്ണവേണി, NA ബഷീർ അഹമ്മദ്, ഡോക്ടർ ചന്ദ്രബിന്ദു, ജെൻസി ജോസഫ് കട്ടിക്കാട്ട്, ശോഭ നവീൻ, ഏലിയാസ് ജോസഫൈ, ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, ഡാൻ ഡിക്രൂസ് തുടങ്ങിയവരെ സാദരം സ്വാഗതം ചെയ്യുന്നു. ജോലി ചെയ്യുന്നു. അഹം അത്ര മേഘദൂതാദ് ഉദ്ധൃതോ കേചന ശ്ലോകഃ ആലപിതും ഇച്ഛാമി. കശ്ചിത് കാന്താ വിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്ത ശാപേനാസ്തം ഗമിത മഹിമാ വർഷഭോഗേണ ഭർത്തൂ യക്ഷശ്ചക്രേ ജനകതനയാ സ്നാനപുണ്യോദകേഷു സ്നിഗ്ധഛായാ തരുഷു വസതിം രാമഗിര്യാശ്രമേഷു തസ്മിന്നദ്രൗ കദിചിതബല വിപ്രയുക്തഃ സ കാമീ നീത്വാ മാസാൻ കനകവലയ ഭ്രംശരിക്ത പ്രകോഷ്ഠ ആഷാഢസ്യ പ്രഥമ ദിവസേ മേഘമാശ്ലിഷ്ടസാനും വപ്രക്രീഡാ പരിണതഗജ പ്രേക്ഷണീയം ദദർശ തസ്യ സ്ഥിത്വാ കഥമപി പുര കൗതുകാധാനഹേതോ അന്തർബാഷ്പശ്ചിരമനുചരോ രാജരാജസ്യ ദധ്യൗ മേഘാലോകേ ഭവതി സുഖിനോ പ്യന്യഥാ വൃത്തി ചേത് കണ്ഠാശ്ലേഷ പ്രണയിനി ജനെ കിം പുനർദൂരസംസ്ഥേ കശ്ചിത് കാന്താ വിരഹ ഗുരുണാ സ്വാധികാരാത് പ്രമത്ത ശാപേനാസ്തം ഗമിത മഹിമ വർഷഭോഗേണ ഭർത്തൂ. ധന്യവാദഃ. എൻ്റെ പേര് ഹസൻ. ഞാൻ ഇപ്പോൾ എടപ്പള്ളിയിൽ താമസിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ ഞാൻ അറബി ഭാഷയിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥം ഖുർആനാണ്. അത് ദൈവവചനം, പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ദൈവവചനങ്ങളായിട്ട് കിട്ടിയ വരദാനമാണ്. അതിൽ നിന്ന് 2 ചെറിയ ഖണ്ഡങ്ങൾ ഞാൻ പാരായണം ചെയ്യാം. അതിൻ്റെ ഏകദേശം മലയാളവും പറയും.
الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. തർജ്ജമ ദേശമാണ്. അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല. എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആണ് അവൻ. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവൻ്റേതാണ്. അവൻ്റെ സമ്മതമില്ലാതെ ആ സന്നിധിയിൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അവരുടെ മുന്നിലും പിന്നിലുമുള്ളത് അവൻ അറിയുന്നു. താൻ ഉദ്ദേശിച്ചതൊഴികെ അവൻ്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും അവരറിയില്ല. അവൻ്റെ അധികാരപീഠം ആകാശഭൂമികൾ മുഴുവൻ ഉൾക്കൊണ്ടതാണ്. അവ രണ്ടും കാത്തുരക്ഷിക്കുക അവന് ഒട്ടുമേ ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമാകുന്നു. അടുത്ത കന്യ. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليه المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما كسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. രക്ഷിതാവിൽ നിന്ന് തനിക്ക് അവിതരണമായതിൽ റസൂൽ തിരുമേനി വിശ്വസിച്ചിരിക്കുന്നു. സത്യവിശ്വാസികളും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതരിലും അവർക്കിടയിലും ഒരു വിവേചനവും കൽപ്പിക്കില്ലെന്ന നിലപാടിൽ അവരൊക്കെയും വിശ്വാസം അർപ്പിക്കുകയുണ്ടായി. അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ കേൾക്കുകയും മത്സരിക്കുകയും ചെയ്തിരിക്കുന്നു. അതാ ഞങ്ങൾക്ക് പുറത്തു തരണമേ. നിന്നിലേക്ക് തന്നെയാണ് മടക്കം. കഴിവിനപ്പുറം ചെയ്യാൻ ഒരാളെയും അള്ളാഹു നിർബന്ധിക്കുകയില്ല. ആരെന്ത് നന്മ ചെയ്തുവോ അതിൻ്റെ ഗുണഫലവും തിന്മ അനുവർത്തിച്ചുവോ അതിൻ്റെ ദോഷഫലവും അവന് തന്നെ. നാഥാ, വിസ്മൃതിരാവുകയോ തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കരുതേ. നാഥാ, മുൻഗാമികൾ എന്ന പോലെയുള്ള ഭാരങ്ങൾ ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. നാഥാ, ദുർമുഖമായ കൽപ്പനകൾ ഞങ്ങളെ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് മാപ്പരുളുകയും പുറത്തു തരുകയും കരുണ ചൊല്ലുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷാധികാരിയാണ് നീ. അതുകൊണ്ട് നിഷേധികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. തീർന്നു. നമസ്കാരം. നന്ദി ഹസൻ സാർ. ഗുജറാത്തിൻ്റെ കച്ച് ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ ഇവിടെ കൂടിക്കയറിയത്. കച്ച് ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റാണ്. അതുകൂടാതെ അതിലെ ഒരു 80% മൊത്തം മരുഭൂമിയാണ്. 5000 വർഷം മുമ്പ് അവിടെ ഒരു ഹരപ്പ മോഹൻജദാരോ സംസ്കൃതി ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 5000 വർഷം മുമ്പ് മനുഷ്യൻ്റെ ഉത്ഭവത്തിൻ്റെ ഒരു ഭാഗം അവിടെ ഭൂമിന് കുഴിച്ചിട്ട് കിട്ടിയിരിക്കുകയാണ്. അവിടുത്തെ ഒരു ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ലിപിയില്ല. നമ്മൾ വർഷങ്ങളായി തലമുറകളായി സംസാരിച്ച് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഷൻ്റെ ഒരു ഗാനം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. रहे सलामत कच्छ जी बोली माड़ोए जी मिठी बोली. रहे सलामत कच्छ जी बोली माड़ोए जी मिठी बोली. कच्छ जिए कच्छवारा जिए कच्छ जिए कच्छवारा जिए. रहे सलामत कच्छ जी बोली माड़ोए जी मिठी बोली. कच्छ जिए कच्छवारा जिए. गली गली घर घर में गूंजे कच्छ वतन जा नारा 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 नारा. कच्छ जिए कच्छवारा जिए कच्छी माड़ू ने कच्छी बोली जिए. रहे सलामत कच्छ जी बोली माड़ुए जी मिठी बोली. कच्छ जिए कच्छवारा जिए.
गली गली घर घर में गूंजे कच्छ वतन जानारा, गली गली घर घर में गूंजे कच्छ वतन जानारा, कच्छ जिए कच्छ वारा जिए कच्छ माड़ू ने कच्छ बोली जिए, रहे सलामत कच्छ जी बोली माड़ुए जी मिठी बोली, कच्छ जिए कच्छ वारा जिए कच्छ जिए कच्छ वारा जिए कच्छ जिए कच्छ वारा जिए. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കച്ചി ഭാഷ ജീവിച്ചോട്ടെ, കച്ചിന്റെ ആൾക്കാർ കച്ചി മാടു ജിയെ. കച്ചിന്റെ ദിസ് ലാംഗ്വേജ് ഹാസ് ബീൻ derived from Sanskrit. The first language which we have heard here, the Sanskrit language. സംസ്കൃത് ഭാഷയിലാണ് ഒട്ടുമിക്ക ഭാഷകളും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കച്ചി ജിയെ കച്ചി മാടു ജിയെ കച്ചി ഭാഷ ജിയെ, കച്ചിക്ക് ജീവനം കിട്ടിക്കോട്ടെ, കച്ചി ഭാഷ മറ്റേ നിലനിൽക്കട്ടെ, കച്ചി ആൾക്കാർക്ക് നല്ലൊരു സന്തോഷമായിരിക്കട്ടെ എന്നുള്ള ഒരു അർത്ഥമാണ് ഈ ഗാനത്തിന്. ഇനി ഞാൻ അവസാനിക്കാണ്. അതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും കുറച്ച് വാക്കുകൾ സെൻറ്റൻസ് എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അത് കച്ചിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കാം. ഒരു പുതിയ ഇൻട്രക്ഷനായിട്ട് നിങ്ങളായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ഒന്ന് അതിനുവേണ്ടി ശ്രമിക്കാം. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞാനാണ് പാ മെടെ ഭാരത് വാസി കഴിഞ്ഞു, പാ മെടെ നമ്മളെല്ലാവരും പാ മെടെ ഭാരത് വാസി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കൊച്ചിക്കാർ കൂടിയാണ്. പാ മെടെ കൊച്ചിൻ വാറായും वर्षों मेरे भाषा जा माड़ू केरल में अच्छी ने, मेरे भाषा मेरे संस्कृति मेरे खान पीन मीन्स ऑल डिफरेंट टाइप ऑफ फूड, डिफरेंट रिलीजन, डिफरेंट कल्चर. मेरे वहाँ भिरी ने रोता, ऑल वी आर हियर लिविंग एज ए वन फैमिली इन कोची. वहाँ मेरे साथे भिरी ने रोता. നിങ്ങൾ എന്തുകൊണ്ട് പക്ഷിനെ സ്നേഹിക്കുന്നു? റൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യനാണ് സാർ ചോദിച്ചിരിക്കുന്നത്. ഈ പക്ഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മിനിറ്റ് എടുത്തോട്ടെ സാറേ, ഫ്യൂ സെക്കൻഡ്സ്. കൊച്ചിയിലെ പട്ടം പറപ്പിക്കുന്ന രീതികളുണ്ട്. അതിൽ ഈ പ്ലാസ്റ്റിക് ടങ്കീസ് നൂലുകൾ, പൊട്ടിയ നൂല് മരത്തിൻ്റെ മുകളിലും വലിയ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് തൂങ്ങിയിരിക്കും. കട്ട് ചെയ്തത് ആ നൂലുകൾ പൊട്ടിയ പട്ടത്തിൽ നിൽക്കും. അതിലെ പക്ഷികളുടെ കൈത്ത് കാല് ചിറക് കുടുങ്ങിയിരിക്കും. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറേ ശ്രമം നടത്താറുണ്ട്. ആ നൂല് ഇല്ലാതെ ആക്കാൻ വേണ്ടി ഹൈക്കോടതിയിലെ കേസും സുപ്രീം കോടതിയിലെ കേസും ജയിച്ചിരിക്കുകയാണ്. പട്ടം പറപ്പിക്കണം, നല്ല വിനോദമാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ദ്രവിക്കാത്ത, മനുഷ്യർക്കും പക്ഷിക്കും ഹാനികരമായ ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് ടെങ്കീസ് നൈലോൺ നൂൽ കൊണ്ട് പട്ടം പറത്തരുത്. ദ്രവിക്കുന്ന കോട്ടൺ നൂൽ കൊണ്ട് മാത്രം പട്ടം പറപ്പിക്കാവുള്ളൂ. അത് ഞാൻ ചെറുപ്പത്തിലെ ഫാദർ നമുക്ക് എല്ലാവർക്കും സ്റ്റോറി പറയൂലേ വീട്ടുകാർ, അതിലെ പറയും നമ്മളെ കച്ചിയില് അത് മൊത്തം മരുഭൂമിയാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് 40 ഡിഗ്രി തുടങ്ങും, 51 വരെ അവസാനിക്കും. അവിടെ അത്രയും വലിയ ടെമ്പറേച്ചറുള്ള സ്ഥലത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ പക്ഷികൾ പടപടാനായിട്ട് വീണ് ചത്തുവും, വെള്ളം കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ കേട്ടുകൊണ്ട് പക്ഷികളോട് മമത കൂടി പക്ഷികൾക്ക് വേണ്ടിയുള്ള മൺകലം പാത്രം വിതരണം പല സ്കൂളിൽ ചെയ്യാറുണ്ട്, പക്ഷികളുടെ കൂട് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചെറുപ്പത്തിൽ നമ്മൾ എല്ലാ കുട്ടികൾക്കും നല്ല സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭവിഷ്യത്തിൽ നമ്മൾ നല്ല ഒരു രാഷ്ട്രത്തിൻ്റെ പൗരമായി മാറാനുള്ള ഒരു അവസരം. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു അവർ പാരൻസ്. എവ്രി വൺ ഹാവ് എ ഗുഡ് സ്റ്റോറീസ്. എല്ലാവരും കൈയടിക്കുക. താങ്ക് യു. വിൽ മീറ്റ് അഗൈൻ. ഓക്കെ, നന്ദി സാർ. ഞാനൊരു സെയിൽസ് ട്രെയിനറാണ് പ്രൊഫഷണലി, ആൻഡ് ഓൾസോ എ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ്. എൻ്റെ ഓഫീസ് രവിപുരത്താണ്. ആൻഡ് ഐ എം ഗോയിങ് ടു പ്രസൻറ്റ് യു എൻ ഇംഗ്ലീഷ് സോങ്. ഞാനൊരു പ്രൊഫഷണൽ പാട്ടുകാരനല്ല, ഐ എം ജസ്റ്റ് അമേച്വർ സിംഗർ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും കേൾക്കുമ്പോൾ. എന്നാലും ലാംഗ്വേജ്, വെൻ വി ടോക്ക് അബൌട്ട് ലാംഗ്വേജ്, it comes to our mind about vocabulary, about diction, grammar, rules and so on. But language is beyond that. It is a transformation of words which includes emotions, and it is very simple. Hence, I selected a very simple song which is globally famous and sung by the very famous singer Eric Clapton. And here the song goes.
It's late in the evening. She's wondering what clothes to wear. She puts on her makeup and brushes her long blonde hair. And then she asks me, do I look alright? And I say yes. You look wonderful tonight. Go to a party, everyone turns to see this beautiful lady walking around with me. And then she asks me, do you feel alright? And I say yes. I feel wonderful tonight. And the wonder of it all, you just can't realize how much I love you. It's time to go home now, and I've got an aching hand. So I give her the car keys, and she helps me to bed. And then I tell her, at the turn of the lights, I say, my darling, you are wonderful tonight. Oh, my darling, you are wonderful tonight. Thank you very much. സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നതിന് ഭയങ്കര നന്ദി. ഇവിടുത്തെ മലയാളി സ്നേഹം കൊണ്ടിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവിടുത്തെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഞങ്ങളെ എല്ലാ ഫെസ്റ്റിവൽസ്, കേരള ഫെസ്റ്റിവൽസ് എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിനും ഞങ്ങൾ പങ്കുകൂടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ടോട്ടൽ കൊച്ചിയിലൊരു പോപ്പുലേഷൻ ഒരു 30-35 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ തേർഡ് ജനറേഷൻ, ഞങ്ങളുടെ ഫാദറാണ് വന്നത് ആദ്യം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ തേർഡ് ജനറേഷൻ ഇപ്പോൾ ഇവിടെ തന്നെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ കൊച്ചിയിലെ ഏറ്റവും മഹത്വമായ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്, ഗുരുദ്വാര എന്ന് പറയും. കൊച്ചിയിൽ കേരളത്തിലെ ഏക ഒരു ഗുരുദ്വാര മാത്രമേ ഉള്ളൂ, അത് കൊച്ചിയിലാണ്. അതിലെല്ലാം പ്രാർത്ഥനകൾ എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു 300 മുതൽ 400 ആൾക്കാരെല്ലാവരും ഈ പരിപാടിക്ക് പങ്കുകൂടുന്നു. അതിനൊപ്പം തന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരിക്കുന്നു, നമ്മുടെ ദൈവഭക്തിഗാനം പാടുന്നു. പിന്നെ ഈ ഇടയ്ക്കന്നെ ഞങ്ങൾ കഴിഞ്ഞ നവംബർ 5-ന് ഞങ്ങൾ ഗുരുനാനക് ജയന്തി പരിപാടി ഗുരുനാനക് ജയന്തി എന്ന് പറഞ്ഞാൽ ഗുരുനാനക്കിൻ്റെ ജന്മദിന ആഘോഷമായിരുന്നു. ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. കൊച്ചിയിലും നമ്മളത് പരിപാടി നടത്തിയായിരുന്നു നമ്മുടെ ഗുരുദ്വാരയിൽ. അതിനൊപ്പം തന്നെ നമ്മൾ കൊച്ചിയിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എക്സ്ട്രീം വിൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് സാധാരണ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റും വൈസ് കേരള ഈസ് ദ ബെസ്റ്റ് ആണ് നമ്മുടെ അറിവിൽ. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബി ഞങ്ങൾക്ക് ടോട്ടൽ ഞങ്ങളുടെ ഗുരുകൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 ഗുരുകളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ വർഷിപ്പ് ചെയ്യണത് ഹോളി ബുക്കുണ്ട്, ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾ എവിടെ പോയാലും ഏത് ഗുരുദ്വാര പോയാലും ഈ ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് ഉണ്ടായിരിക്കും. അതിൻ്റെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി ഒരു കെയർ ടേക്കർ ഉണ്ടായിരിക്കും, പണ്ഡിതൻ എന്ന് പറയും ഞങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥി എന്ന് പറയും, ഗ്രന്ഥിജി. അങ്ങേരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ 4:30 നമ്മുടെ ഈ ഹോളി ബുക്ക് എല്ലാ പ്രാർത്ഥനയോടെ നമ്മൾ പ്രകാശിക്കുന്നു. ആൾക്കാർ ഏത് ജനത്തിൽ നിന്ന് ഏത് വന്നാൽ ഏത് രീതിയിലായാലും ഒരു മതം ഇല്ലാണ്ടാണ് എല്ലാവരും ആ അമ്പലത്തിൽ വരാൻ പറ്റും. അതോടൊപ്പം തന്നെ രാത്രി 7-8 മണിക്ക് ബാബാജി നമ്മുടെ ഹോളി ബുക്ക് ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബിനെ എല്ലാ സ്നേഹത്തോടെ എല്ലാ പ്രാർത്ഥനയോടെ നമ്മൾ ഉള്ളിൽ ആ റൂമിലാക്കുന്നു. അതാണ് നമ്മുടെ മെയിൻ നമ്മുടെ വർഷിപ്പിണ ഗുരുവാണ് ഞങ്ങളുടെ ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് ജി. ഞങ്ങൾക്ക് ടോട്ടൽ 10 ഗുരുവുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഗുരു നാനക്കിൻ്റെ ആണ് നമ്മുടെ മെയിൻ, നമ്മുടെ സിക്കിസം ഫൗണ്ടറാണ് ശ്രീ ഗുരുനാനക് ദേവ് ജി. ഞങ്ങളുടെ 10ാമത്തെ ഗുരുവാണ് ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജി. അവരാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ 10 ഗുരു കഴിഞ്ഞ് വേറെ ഗുരുകൾ ഉണ്ടാവില്ല, നിങ്ങൾ ഇനി ഗുരു ആവണം ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് ജിയാണ്. ഈ ഗുരു ഗ്രന്ഥ് സാഹിബ് ജിയിൽ എല്ലാം കബീർ ജി ഉണ്ടായിരുന്നു. എല്ലാം ഗുരുകളുടെ മെയിൻ എല്ലാവരും ടീച്ചിങ്സ് എല്ലാം നമ്മുടെ ഗുരു ഗ്രന്ഥ് സാഹിബിലുണ്ടാവും. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ആ മെയിൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഗുരുനാനക് ദേവ് ജി പറഞ്ഞ 3 വാക്കുകളാണ്, 3 പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്. വണ്ട് ചെക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർണിങ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കിരിത് കറോ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുക, വെറുതെ വീട്ടിലിരുന്നിട്ടൊന്നും കാര്യമില്ല, നമുക്കിപ്പോൾ ഹെൽത്തി ആണെങ്കിൽ വർക്ക് ചെയ്യുക.
പിന്നെ മൂന്നാമത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ കീർത്തൻ കറോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എപ്പോഴും ആലോചിക്കുക, എപ്പോഴും ദൈവത്തിൻ്റെ പേര് എന്ത് വിഷയം വന്നാലും, ഇപ്പോൾ നമ്മൾ ദുഃഖത്തിലായാലും സുഖത്തിലായാലും എപ്പോഴും ദൈവത്തിൻ്റെ പേര് നമ്മളെപ്പോഴും നമ്മൾ കീപ്പ് ഇൻ മൈൻഡ് അവർ ഓൾവേസ് ഗോഡ്സ് നെയിം, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പേര് ജപനം ചെയ്യണമെന്നാണ് പറയണത്. ഇതോടെ തന്നെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ടീച്ചറായിട്ട് ലാസ്റ്റ് 26 years ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആക്ച്വലി കേരളാന്ന് വന്ന് ഒരു 29 years കഴിഞ്ഞു. 30 years ആയിട്ട് ഞാൻ മട്ടാഞ്ചേരി തന്നെ താമസിക്കണമെന്ന്. എൻ്റെ മാതൃഭാഷ ആണ് ഗുജറാത്തി. ഞാൻ ഇന്ന് ഗുജറാത്തി ഭാഷയുടെ ഒരു ചെറുതായിട്ട് ഫോക്ക് സോങ്, ഞാൻ ഈ നാടൻ പാട്ട് ലോകഗീതാണ് നിങ്ങളുടെ ഗുജറാത്തിനെ പറയണമെന്ന്, അത് നിങ്ങളുടെ മുമ്പൊന്നും പാടാൻ പോണെന്ന്. അതിനൊക്കെ ഒരു സാരം പറഞ്ഞാൽ പ്രിയതമക്ക് യുദ്ധത്തിന് വേണ്ടി ബോർഡറിന് പോകുമ്പോ എന്തൊക്കെ വേദന അനുഭവിക്കണമെന്ന് അതായിട്ട് ഇതൊരു നാടൻ പാട്ടാണ്, ഫോക്ക് സോങ് ആണ്, ലോകഗീതാണ്. ഞാൻ ഇനി പ്രസ്തുത ചെയ്യാം. मेहंदी रंग लाग्यो, मेहंदी ते वावी माड़वेन एनो रंग गयो गुजरात रे, मेहंदी रंग लाग्यो. नानो दियरियो लाडको ने, नानो दियरियो लाडको ने कई लाव्या मेहंदी केरा छोड़ रे, मेहंदी रंग लाग्यो, मेहंदी ते बावी माड़वेन एनो रंग गयो गुजरात रे, मेहंदी रंग लाग्यो. वाटी गोटी ने भरो वाट को रे, वाटी गोटी ने भरो वाट को ने भाभी रंगो तमारा हाथ रे, मेहंदी रंग लाग्यो, मेहंदी ते भाभी माड़वेन एनो रंग गयो गुजरात रे, मेहंदी रंग लाग्यो. हाथ रंगीन वीरा सूर करू रे, हाथ रंगीन वीरा सूर करू यनो जो नारो परदेस रे, मेहंदी रंग लाग्यो, मेहंदी ते वावी माड़वेन एनो रंग गयो गुजरात रे, मेहंदी रंग लाग्यो, मेहंदी ते वावी माड़वेन एनो रंग गयो गुजरात रे, मेहंदी रंग लाग्यो, मेहंदी रंग लाग्यो. धन्यवाद. Assistant Professor, Department of English, Bharat Mata College of Commerce and Arts, Alva. കന്നഡ റൈറ്റർ ആണ്. കൊച്ചിൻ കന്നഡ സംഘത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. എൻ്റെ മാതൃഭാഷ കന്നഡ ആണ്. എൻ്റെ നാട് മാംഗ്ലൂർ. ഞാനിന്നിവിടെ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു കന്നഡ കവിത ഐ എം ഗോയിങ് ടു റിസൈറ്റ് a Kannada poem. Title of the poem is ಹುಲು ಮಾನವ. ಹಚ್ಚನೆಯ ಹಸಿರ ಹೊದ್ದು
ಉಸಿರ ಓಡಿಸುತ್ತಿರುವ ಭುವಿಯ ಬಸಿರಳಿಲ್ಲವೇ ಭೀಕರ ಜ್ವಾಲಾಮುಖಿ? ಹಚ್ಚನೆಯ ಹಸಿರ ಹೊತ್ತು ಉಸಿರ ಓಡಿಸುತ್ತಿರುವ ಭುವಿಯ ಬಸಿರಳಿಲ್ಲವೇ ಭೀಕರ ಜ್ವಾಲಾಮುಖಿ? ಎಲ್ಲೆಲ್ಲಿಯೋ ಹುಟ್ಟುತ್ತಾ ಇನ್ನೆಲ್ಲಿಯೋ ಹರಿದು ಕಡಲ ಕೂಡಲು ಓಡುವ ನದಿಗಿಲ್ಲವೇ ಗೊಂದಲ? ಎಲ್ಲೆಲ್ಲಿಯೋ ಹುಟ್ಟುತ್ತಾ ಇನ್ನೆಲ್ಲಿಯೋ ಹರಿದು ಕಡಲ ಕೂಡಲು ಓಡುವ ನದಿಗಿಲ್ಲವೇ ಗೊಂದಲ? ಶಾಂತವಾಗಿ ವಾರಿಧಿ ತನ್ನ ಪರಿಧಿಯ ಮೀರಿ ಅಬ್ಬರದಿ ಭೋರ್ಗರಿದು ಮಿತಿ ಮೀರದೆ ಒಮ್ಮೆ. ಶಾಂತವಾಗಿ ವಾರಿಧಿ ತನ್ನ ಪರಿಧಿಯ ದಾಟಿ ಅಬ್ಬರದಿ ಭೋರ್ಗರಿದು ಮಿತಿ ಮೀರದೆ ಒಮ್ಮೆ. ದೃಢವಾದ ಬಂಡೆಗೂ ಅಚಲತೆಯ ಶಿಖರಕ್ಕೂ ಸುಡು ಸುರಿಯುವ ಬಿಸಿಲು ಮಳೆಯ ಇಲ್ಲವೇ ಕಠಿಣ ಶಿಕ್ಷೆ? ದೃಢವಾದ ಬಂಡೆಗೂ ಅಚಲತೆಯ ಶಿಖರಕ್ಕೂ ಸುಡು ಸುರಿಯುವ ಬಿಸಿಲು ಮಳೆಯ ಇಲ್ಲವೇ ಕಠಿಣ ಶಿಕ್ಷೆ? ವಸಂತದಿ ನಿಸರ್ಗವು ಸೌಂದರ್ಯದಿ ಮೆರೆದಾಡಿ ಬರದಾಡಿ ಕಳೆಗುಂದಿ ಒಣಗದೆ ಬೇಸಿಗೆಯಲ್ಲಿ. ವಸಂತದಿ ನಿಸರ್ಗವು ಸೌಂದರ್ಯದಿ ಮೆರೆದಾಡಿ ಬರದಾಗಿ ಕಳೆಗುಂದಿ ಒಣಗದೆ ಬೇಸಿಗೆಯಲ್ಲಿ. ಜಗದ ಬೆಳಗುವ ದೀಪ ಬಾನಿನ ಬೆಂಕಿಯ ಚೆಂಡು. ದಿನಕರ ನಿನಗಿಲ್ಲವೇ ನಿತ್ಯವೂ ಜನನ ಮರಣ? ಜಗವ ಬೆಳಗುವ ದೀಪ ಬಾನಿನ ಬೆಂಕಿಯ ಚೆಂಡು. ದಿನಕರ ನಿನಗಿಲ್ಲವೇ ನಿತ್ಯವೂ ಜನನ ಮರಣ? ಬೆಳದಿಂಗಳ ಸುರಿಸುವ ರಾತ್ರಿಯ ಚಂದ್ರಮ ನಿನಗೂ ಬಾರದಿಹುದೇ ಸಂಪೂರ್ಣ ಗ್ರಹಣ? ಬೆಳದಿಂಗಳ ಸುರಿಸುವ ರಾತ್ರಿಯ ಚಂದ್ರಮ ನಿನಗೂ ಬಾರದಿಹುದೇ ಸಂಪೂರ್ಣ ಗ್ರಹಣ? ತಪ್ಪಿಲ್ಲ ಕಷ್ಟ ಕಾರ್ಪಣ್ಯ ಇಲ್ಲಿ ಸೃಷ್ಟಿಯ ಸಕಲ ಚರಾಚರಕ್ಕೆ, ನೀನ್ಯಾವ ಲೆಕ್ಕ ಇನ್ನು ಏ ಹುಲು ಮಾನವ? ತಪ್ಪಿಲ್ಲ ಕಷ್ಟ ಕಾರ್ಪಣ್ಯ ಇಲ್ಲಿ ಸೃಷ್ಟಿಯ ಸಕಲ ಚರಾಚರಕ್ಕೆ, ನೀನ್ಯಾವ ಲೆಕ್ಕ ಇನ್ನು ಏ ಹುಲು ಮಾನವ? ಅವಕಾಶಕ್ಕಾಗಿ ಧನ್ಯವಾದಗಳು. നന്ദി പരിണിത രവി. അടുത്തതായി കൊങ്കണി ഭാഷയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബിന്ദു സന്തോഷിനെ Paule,
ತೋಳು ಮತಾಂಗ ನುಂಡ ಬೇಡುರು ಕಾಸಂತ ಮಲ್ವಾಡಿ ನೀಡಡ ಉಪ್ಪೂನ ಭುಂತ ಜೀವೆ ಮಾಂಸ ತುಜೆ ಹಂಚಾಜ ಸಾಂಗ ಗೋಗುಳ ಮಣ್ಣ ಸೋಳು ಗೋಡ ಗೀತ ಕಸಿಮಂತ ಸಾಂಗ ಗೋಗುಳ ಮಣ್ಣ ಸೋಳು ಗೋಡ ಗೀತ ಕಸಿಮಂತ ചന്ദ്രമാഞ്ച ചന്നേ പൊന്നേ കുംഭമായിരേ ഓടതത്തമേ ദേഹാ പീഡോടിരിം ചന്ദ്രമാഞ്ച ചന്നേ പൊന്നേ കുംഭമായിരേ ഓടതത്തമേ ദേഹാ പീഡോടിരിം Two poems. First in Konkani. I'm a Goikar, so my preference will be for Konkani first. First poetry गोयच्या कोंकणी आसा. कवितेचें नांव आसा मुंबय शार. शारांची शारा वसतात अंगावयल्यान, रक्तात बुडतात हाय मास्ताच्यो दिवे आनी 10 दिकांनी व्हांवतात एक्सप्रेस न्हंयो. शारांची शारा वसतात अंगावयल्यान, रक्तात बुडतात हाय मास्तांचो दिवे आनी 10 दिकांनी व्हांवतात एक्सप्रेस न्हंयो. 10 बाय 10च्या घरामंदी रोवपाक लागल्यात सपनांचो बियो. 10 बाय 10च्या घरामंदी रोवपाक लागल्यात सपनांचो बियो आनी पोटात तांबरेल घेवन रस्त्या कुशीक बसतात सोबीत काय. आनी पोटात तांबरेल घेवन बसतात रस्त्या कुशीक सोबीत काय. कालूच आयली एक खबर. कालूच आयली एक खबर. एका गांवान केली आत्महत्या. कालूच आयली एक खबर. एका गांवान केली आत्महत्या. This poet is all about how we all migrate from one city to other, and when we settle down, what happens to the migrated people. So is their life I try to capture in my Konkani poetry. Second poetry, खणला जातोय पाया आणि भरला जातोय रोज नव्या ताज्या मुडद्यांनी. नद्या नाले जंगले दुभागत भिंत आता उभी टाकले चंद्र सूर्य ताऱ्यामध्ये. भिंत आता उभी टाकले चंद्र सूर्य ताऱ्यामध्ये. आकाशाचीही फाळणी करत, आकाशीचीही फाळणी करत भिंत बांधतोय आम्ही, भिंत ബാന്ധത്തോടെ അമ്പി. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയാണ് ഞാൻ. മരക്കൊമ്പിൽ കൂടുകൂട്ടിയിരിക്കുന്നയും വീട്ടുമുറ്റത്തെ ചട്ടിക്കകത്ത് വളർന്നു നിൽക്കുന്ന നിശാഗന്ധിയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. കൂട് തകർന്ന് വേദനയോടെ ഇരിക്കുന്ന ഇരട്ടവാലൻ പക്ഷിയെ വിടരാൻ കുറച്ചു നേരം മാത്രമുള്ള നിശാഗന്ധി ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം. ഇത് ഞാൻ കോട്ടയത്ത് CMS കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബസ് യാത്രക്കിടയിൽ ഒരു കിളിക്കൂട് തകർന്നു കിടക്കുന്ന അതിന്റെ ചുറ്റിലും കടന്ന് കരയുന്ന പക്ഷികളെ കണ്ട ആ ഒരു മൊമെന്റിൽ മനസ്സിൽ രൂപപ്പെട്ട ഒരു ചിന്തയാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള സംഭാഷണവും അവസാനം മനുഷ്യ ജീവിതത്തിന്റെ ഒരു തത്വശാസ്ത്രവും ഒക്കെയാണ് ഇതിൽ ഞാൻ കോറിയിടാൻ ശ്രമിച്ചിട്ടുള്ളത്. കുഞ്ഞേനിൻ വിതുമ്പലിൽ എൻ മാനം പകരുന്നു, നിൻ പ്രാണൻ മുറിയുമ്പോൾ എൻ ആത്മം ഒരുകുന്നു. സ്വപ്നങ്ങൾ പീഡയാവിൽ ഞാനെന്നും കൂടെയുണ്ടല്ലോ. അന്നാല് ഉണർവേകി ജീവിതത്തെ വസന്തം തീർക്കാൻ എന്നെന്നും നിഴലു പോയാൻ കൂടെ നിന്ന് തോർത്തിടേണം നീ. ചന്തം പോയി മറഞ്ഞപ്പോൾ
കണ്ടില്ല ചാരെ നിന്നെ മേഘങ്ങൾ ഒളിപ്പിച്ചോ നിൻമുഖ കാന്തിയെന്ന് കണ്ണീര് വീണു നെഞ്ചേ താളമില്ല രാഗവും പോയി സങ്കടപ്പെരുവഴിയെ ഏകയായി നിന്നിടും നേരം സന്ദേഹമേതുമില്ലോടിയെത്തി മേഘത്തിൻ ഇടയിലും മിഴികൾ കുഞ്ഞേ നീ വിതുമ്പല്ലേ പുഞ്ചിരി മറയല്ലേ കണ്ണീറഞ്ഞലയല്ലേ പാതിരാ നേരമല്ലേ അഴകേറും സന്ധികൾ വിരുന്നിന്നു ക്ഷണിക്കും നേരം കാത്തു കാത്തിരിക്കണം മടിയാതെ പ്രിയം നൽകും ഓർമ്മകളോടെ നിലാവായി കൂടെ നിൽക്കും പനിമതി നിൻ സ്വന്തമാണല്ലോ. ഇനി നിശാഗന്ധിക്ക് മംഗളം പകരുന്ന പക്ഷിയാണ് നമ്മളിവിടെ കാണുന്നത്. പരിമളമായി വിടരേണം നിശാഗന്ധി നീ തളരാതൻ കൂടുകൂട്ടാൻ തണലായി കൂടെ നിൽക്കണം കുളിരേകും രാമച്ചം തീയായി പടരുന്നുവോ തീർത്ഥമിന്ന് എന്നരുകെ ആവിയായി പടരുന്നുവോ പാടുകം പോയി പാടമിററി ആവതില്ല മുന്നോട്ടിനിയും പാടില്ല പിന്നിലേക്ക് കൂടെ ഞാൻ പ്രാണനെ പുൽകി വിളക്കെല്ലാം അണഞ്ഞാലും സങ്കടം വേണ്ട നിലാവായി കൂടെ നിൽക്കും പനിമതി നിൻ സ്വന്തമാണല്ലോ വിളക്കെല്ലാം അണഞ്ഞാലും സങ്കടം വേണ്ട നിലാവായി കൂടെ നിൽക്കും പനിമതി നിൻ സ്വന്തമാണല്ലോ. നമസ്കാരം. നന്ദി. കൊല്ലമാണ്. ഞാൻ PWD ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഭാഷ എന്നത് നമ്മളുടെ ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ്. അത് നമ്മുടെ മാതൃഭാഷയാകുമ്പോൾ അതിന് നമ്മളുടെ സമർപ്പണം കൂടുതലാകും. അപ്പോൾ എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ ഞാൻ തന്നെ എഴുതിയ ഒരു കവിത അവതരിപ്പിക്കുന്നു. കവിതയുടെ പേര് മറുപടി. മെല്ലെയൊന്നു ഞാൻ നിന്നെഞ്ചിനോരം തെല്ലുറങ്ങാതെ കാതോർത്തിരിക്കെ എന്തു ചൊല്ലുന്നു നിൻ ഹൃദസ്പന്ദം എന്റെ ചോദ്യത്തിനുത്തരം നൽകാൻ. എത്ര കാലങ്ങൾ നാം ഇരുപേരും ബദ്ധരായി സ്വയം മഗ്നരായി മേവി എത്ര സ്വപ്നലോകങ്ങളിൽ വാണു എത്ര സ്വർഗസാനുക്കളിൽ ചേർന്നു. എത്ര വത്സരം നാം അറിയാതെ നമ്മിലൂടെ കടന്നു ഋതുക്കൾ എത്ര ഗ്രീഷ്മച്ചുടു നെടുവീർപ്പിൻ തപ്തശ്വാസത്തിൽ നീ മഞ്ഞു വീഴ്ത്തി. എത്ര വർഷ കൊടും പെയ്തു പെയ്തൻ കണ്ണിണകളിൽ കാലം ചമച്ച വന്ധ്യമേഘങ്ങൾ പെയ്യാതുറങ്ങി അന്ധകാരത്തുടിപ്പായി മാറി. എന്തിനിയും മരുക്കാടു തേടി പൊള്ളിയോടുന്നു
മാനസമെങ്ങും എന്തിനായി സ്വയം വെന്തു നീറുന്നു ഉള്ളിൽ ചങ്ങലക്കിട്ട സ്വപ്നങ്ങൾ. തപ്തശ്വാസ കൊടുങ്കാറ്റടിക്കെ ചുറ്റിലൊക്കെയും തീയാളി നിൽക്കെ ആർദ്രമായൊരു പിൻവിളിയോർത്തൻ ദീനമാനസം കേണുറങ്ങുന്നു. ആർദ്രമായൊരു പിൻവിളിക്ക് ഓർത്തൻ ദീനമാനസം കേണുറങ്ങുന്നു. നമസ്തേ, നന്ദി. നന്ദി ശ്രീകല. ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്നത് തുളു ഭാഷയുടെ ഒരു ഫോക്ക് സോങ് ആണ്. എക്കസക എക്കസക എക്കസകല എക്കസക എക്കസക എക്കസകല అక్క పండుగలెప్పు నకులు బత్తెరితెలా అక్క పండుగలెప్పు నకులు బత్తెరితెలా ఎక్కసక ఎక్కసక ఎక్కసకలా ఎక్కసక ఎక్కసక ఎక్కసకలా రామధూమ చోమ అవులు ఏరు ఉలెరియ మల్ల మల్ల బొండ కెటుదు కెటుదు పార్లయ రామధూమ చోమ అవులు ఏరు ఉల్లెరియ మల్ల మల్ల బొండ దెటుదు కెటుదు పార్లయ మండి నిలికి నీరు కుటుదు బేంద్ర కాಯ್ಪೊಡು ಕೋಟಿ ಚೆನ್ನಯ ಎಣ್ಣೆ ಪಾಡು ಪೊರ್ಲು ಮೀಯೊಡು ಎಕ್ಕಸಕ ಎಕ್ಕಸಕ ಎಕ್ಕಸಕಲ ಎಕ್ಕಸಕ ಎಕ್ಕಸಕ ಎಕ್ಕಸಕಲ ಗಂಗೆ ಗೌರಿ ಕಾಳಿ ಬೊಳ್ಳಿ ಇಂಚಿ ಬಲೆದೆ ಚೊಂಬು ಮುಟ್ಟ ಮಂದ పేరు కొరడు శారదే గంగే గౌరి కాళి బొಳ್ಳಿ ఇంచి బలేదే చొంబు ముట్ట మంద పేరు కొరడు శారదే పూలు ఎత్తి నెల్లికాయి ఉప్పు సేలెకో బతుకు పంపి ఉజ్జాలు నమ్మ కొలిలెకో ఎక్కసక ఎక్కసక ఎక్కసకల ఎక్కసక ఎక్కసక ఎక్కసకల అక్క పనదులెప్పు నకలు బత్తెరితెలా అక్క పనదులెప్పు నకలు బత్తెరితెలా ఎక్కసక ఎక్కసక ఎక్కసకల ఎక్కసక ఎక్కసక ఎక్కసకల. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണവേണി. ഞാൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഹിന്ദി വകുപ്പിൽ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇന്ന് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഒരു കവിതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആലപിക്കാൻ പോകുന്നത്. भारतवासियों को कठिन समय में भी धैर्य और साहस बनाए रखने के लिए प्रेरित करने वाला राष्ट्र कवि मैथिली शरण गुप्त की भाषा का संदेश नामक कविता मैं आपके सामने आज प्रस्तुत करने वाली हूँ. तो सुनिए भाषा का संदेश. भाषा का संदेश सुनो हे भारत, कभी हताश न हो. भाषा का संदेश सुनो हे भारत, कभी हताश न हो. बात क्या की फिर अरुणोदय से उज्जवल भाग्याकाश न हो. दिन खोटे क्यों न हो तुम्हारे, दिन खोटे क्यों न हो तुम्हारे, किंतु आप तुम खरे रहो. साथ छोड़ दे क्यों न सफलता, किंतु धैर्य तुम खरे रखो. खाली हाथ हुए तो हो जाओ, पर साहस से भरे रहो. हरि के कर्म क्षेत्र हरे हो और सर्वदा हरे हो. बात क्या की फिर देश तुम्हारा पूरा पुनर्विकास न हो. भाषा का संदेश सुनो हे भारत, कभी हताश न हो. मार्ग सूझता नहीं न सोचे हिंदू, अटल तुम अड़े रहो. आगे बढ़ता कठिन हुआ तो हटा न पीछे खड़े रहो. विभिन्न बंधनों से झगड़े हो रहो, किंतु तुम कड़े रहो. जी छोटा मत करो, जी छोटा मत करो, बड़े की वंशज हो तुम बड़े रहो. बात क्या की फिर यहाँ तुम्हारा पावन पूर्व प्रकाश न हो. भाषा का संदेश सुनो हे भारत, कभी हताश न हो. अरे हड्डियां तो शरीर में बनी हुई है, वही अभी जिनसे विशुद्ध वज्र बना था. सिद्ध हुआ सूर्य कार्य सभी. बात क्या की फिर देश तुम्हारे पाप पतन का नाश न हो.
भाषा का संदेश सुनो, हे भारत कभी निराश न हो। नहीं रहे अधिकार तुम्हारे, नहीं रहे अधिकार तुम्हारे, न रहे पर वे मिटे नहीं, न रहे पर वे मिटे नहीं। जन्म सिद्ध अधिकार किसी के मिट सकता है भला कभी, जन्म सिद्ध अधिकार किसी के मिट सकता है भला कभी। भूमि वही है, भूमि वही है जहां निरंतर सभी सिद्धियां सिद्ध रही। जगत जानता है कि हुआ ना आत्मबोध उत्पन्न वही। बात क्या की फिर छिन्न भिन्न वह, बात क्या की वह छिन्न भिन्न यह। पराधीनता पाश न हो, भाषा का संदेश सुनो, हे भारत कभी निराश न हो। भाषा का संदेश सुनो, हे भारत कभी निराश न हो। धन्यवाद। மேடையில் அமர்ந்திருக்கும் நல்ல உள்ளங்களை கொண்ட அவர்களுக்கும் மற்றும் இந்த அரங்கில் அமர்ந்திருக்கிற கண்ணியத்திற்குரிய உங்கள் அனைவருக்கும் முதற்கண் கொச்சின் தமிழ் ஐக்கிய சங்கத்தின் நன்றி கலந்த வணக்கங்களையும் நமஸ்காரங்களையும் தெரிவித்துக் கொள்கிறோம். இந்த அதாவது 3 நிமிஷங்கிறது நிச்சயமா பத்தாது, இருந்தாலும் ஒரு 2 நிமிஷத்துல ஒரு தமிழினுடைய உச்சகட்ட அந்த உச்சரிப்பு, அதாவது அந்த பாஷையினுடைய அந்த மொழியினுடைய உச்சத்தை எப்படி கவிதையில வடிச்சிருக்காங்கன்னு சொல்லி ஜின்னா சர்ஃபுதீனுடைய ஒரு கவிதை முகம்மது அப்படிங்கிற ஒரு கவிதையை நான் ஒரு 2 நிமிஷத்துல சொல்லி முடிச்சிடுறேன். அது எல்லாமே இல்லை, எல்லாமே வாசிக்கிறதுக்கு நேரம் பத்தாது, ஏன்னா 3 நிமிஷம் தான் கொடுத்துருக்காங்க. அதனால அது மட்டும் ஒரு முக்கியமான ஒரு சில துளிகளை மட்டும் சொல்லிக்கிறேன். அடுத்தது அதுல அந்த கவிதையினுடைய தலைப்பு முகமது ரசூலுல்லா, அந்த இடத்துல அந்த ஸல்லல்லாஹு அலைஹி வஸல்லம். இப்ப நான் சொல்றது முகம்மது அப்படிங்கிற பெயர் இருக்கிற இடத்துல நான் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றதா நீங்க நினைச்சுக்கீங்க. ஏன்னா அந்த மகா புனிதரை பெருமானாரை நான் முகம்மதுன்னு வெறும் வார்த்தையில மட்டும் சொல்ல விரும்பல. அதனால நான் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றதாக நீங்க நினைச்சுக்க தயவு செய்து. முகம்மது என்று எழுதிவிட்டு முகர்ந்து பார்த்தேன், என் களிமா விரலையும் கஸ்தூரி வாசம். வையகத்திற்கு வந்த தீர்க்கதரிசிகள் வாழ்வதற்கு வழிகாட்டினார்கள் தான். வாழ்ந்து காட்டிக்கொண்டே வாழச் சொன்னவர் முகம்மது மட்டுமே. கல்லால் சாதித்துக் கொண்டிருந்தவரை முகம்மது சொல்லால் சாதிக்க சொல்லிக் கொடுத்தார். எழுத தெரியாதவர் முகம்மது, முழு உலகமும் அவரை எழுதி கொண்டே இருக்கிறது. முகம்மது ஒரு எழுத்து பிழை கூட இல்லாத புத்தகம். முகம்மது ஒரு சந்தி, எந்த பாதையிலும் இணைந்து கொள்ளலாம். கடலிலிருந்து பார்த்தாலும் காட்டிலிருந்து பார்த்தாலும் முகம்மது வழிகாட்டும் அதிசய கலங்கரை. காலம் முகம்மதிடம் தோற்றதை போல வேறு எவரிடம் தோற்றதில்லை. முகம்மது ஒருபோதும் கனவாக இருந்ததில்லை, எப்போதும் நனவாக இருக்கிறார். நாயகமே, உங்கள் வார்த்தைக்கு மிருகங்களும் கட்டுப்பட்டன, நாங்களோ மிருகங்களால் கட்டுப்படுத்தப்படுகிறோம். ஒற்றுமைக்கென்று ஒரு கயிறை விட்டு சென்றீர்கள், கயிறை காப்பதாக கதை விட்டுக்கொண்டே கயிறிழிக்கிறோம் நாங்கள். நாயகமே நாயகமே, நீங்கள் இறைஞ்சுங்கள், எங்களிடமிருந்து எங்களை காப்பாற்ற இறைஞ்சுங்கள். இதுதான் அந்த கவிதையினுடைய உச்சத்தினுடைய தலைப்பு. அந்த மேலும் ஒரு சிறிய ஒரு தகவல், அதாவது தமிழ்நாட்டில் எல்லா ஊர்லயும் எல்லா மாவட்டங்கள்லயும் எல்லா ஜில்லாக்கள்லயும் புத்தக திருவிழா நடக்குது. அதுல ஒரு புத்தக திருவிழால பாத்தீங்கன்னா குறைஞ்சது அந்த மாலை நேரத்தில் நடக்கக்கூடிய அந்த கூட்டத்திற்கு ஒரு 1000-1500 பேர் வருவாங்க. அப்படி எல்லா இதுலயும் நடக்குது. ஆனா எங்கேயுமே இந்த மாதிரி ஒரு மற்ற மொழிக்காக பாகுபாஷை, அதாவது மற்ற மொழிக்காக ஒரு அரங்கமோ வேதியோ எந்த ஒரு மாநிலத்திலையும் எந்த ஒரு மாவட்டத்திலையும் இதுவரைக்கும் இந்தியாவில் நடக்கக்கூடிய தமிழகத்தில் நடக்கக்கூடிய எந்த புத்தக திருவிழாவிலும் இல்லை. மற்ற மொழிக்குன்னு சொல்லி ஒரு அரங்கமோ வேதியோ உருவாக்குறது இல்லை. அதுல நம்ம கொச்சின் இந்த புத்தக திருவிழா இவங்க மட்டும்தான் அதை முதலே வச்சிருக்காங்க. அதுக்காக மிகப்பெரிய பாராட்டுகள். மேலும் இந்த அரங்கை ஏற்படுத்தியவர்களுக்கும் குறிப்பாக பாஸ்கர் ஐயா அவர்களுக்கும் மேற்கொண்டு அவருடைய துணை சகாக்களுக்கும்
மேற்கொண்டும் இந்த புத்தக திருவிழா அரங்கை இனி வரக்கூடிய காலம் முழுவதும் நடத்த வேண்டும். அதற்கு வல்லமைமிக்க இறைவன் அவர்களுடைய நிர்வாக குழு மற்ற செயற்குழு அனைவருக்கும் நீண்ட ஆயுளும் ஆரோக்கியத்தை கொடுக்க வேண்டும் என்ற பிரார்த்தனையோடு என்ற உரையை முடித்துக் கொள்கிறேன். நன்றி, வணக்கம். ജിൻസി ജോസഫ്, ഞാൻ ചെല്ലാനത്ത് നിന്ന് വരികയാണ്. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസ് ഭാഷയിൽ എവ്ജേനിയോ ദി അന്ത്രേദിൻ്റെ ഒരു പോയമാണ്. സ്നേഹം അത്യാവശ്യമാണ്. എ ഉർജേന്ത് ഉ അമോർ. Urgente o amor, este curto é lírico poema, é apelo apaixonado pelo amor, pela bondade e pela conexão mundo que muitas vezes os esquece. Sua repetição e simplicidade o tornam acessível até para iniciantes e ainda assim a emoção transmitida é profundamente poderosa. É uma excelente forma de explorar a ressonância emocional da língua portuguesa. സ്നേഹം അത്യാവശ്യമാണ് എന്ന ഈ ചെറുതും സംഗീതാത്മകവുമായ കവിത സ്നേഹം, കരുണ, പരസ്പര ബന്ധം എന്നിവയ്ക്കായുള്ള ഒരു അത്യാവശ്യ അഭ്യർത്ഥനയാണ്. അവയെ പലപ്പോഴും മറന്നു പോകുന്ന ലോകത്തോട് ആവർത്തനവും ലളിതവുമായതുകൊണ്ട് തുടങ്ങിയവർക്ക് പോലും എളുപ്പം മനസ്സിലാക്കാം. എന്നാൽ അതിലെ വികാര തീവ്രത അതിശക്തമാണ്. പോർച്ചുഗീസ് ഭാഷയുടെ ഹൃദയസ്പർശിയായ വികാര ഭംഗിയെ കണ്ടെത്താനുള്ള മനോഹരമായ ഒരു കവിതയാണ് ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. É urgente o amor, é urgente barco no mar, é urgente destruir certas palavras, ódio, solidão e crueldade. Alguns lamentos, muitas espadas. É urgente inventar alegria, multiplicar os beijos, as seraras. É urgente descobrir rosas e rios manas claras. Cair o silêncio nos ombros e a lucimbra até doer. É urgente o amor, é urgente permanecer. അതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സ്നേഹം അത്യാവശ്യമാണ്. കടലിൽ ഒരു പടവിഷയ കപ്പലും അത്യാവശ്യമാണ്. ചില വാക്കുകൾ നശിപ്പിക്കണം. അത്യാവശ്യമായി വെറുപ്പ്, ഏകാന്തത, ക്രൂരത, ചില വിലാപങ്ങൾ, അനേകം വാളുകൾ. സന്തോഷം ഒരു കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുംബനങ്ങൾ, വിളവുകൾ എല്ലാം വർദ്ധിപ്പിക്കണം. റോസകളും നദികളും പ്രകാശവുമുള്ള പുലരികളും കണ്ടെത്തണം. അത്യാവശ്യമായി നിശബ്ദം, ചുമലുകളിൽ വീഴുന്ന മങ്ങലേറ്റ വെളിച്ചം വേദനിപ്പിക്കും വരെ. അതുകൊണ്ട് സ്നേഹം അത്യാവശ്യമാണ്. അതിൽ നിലനിൽക്കുന്നത് അത്യാവശ്യമാണ്. Eu desejo todas as pessoas que estão presentes aqui tudo bem. Deus abençoe todas as vossas. ഇവിടെ കൂടിയിരിക്കുന്ന സിസ്റ്റർ ജിൻസി. അടുത്തത് ശോഭ നവീനെ ക്ഷണിച്ചുകൊള്ളുന്നു. రాళ్లబండి కవితా ప్రసాదన. టైటిల్ నేటి భారతం ఈనాటి జీవితం. సర్వకాల సత్యం. ఆకలి పొట్టకు పట్టెడు అన్నం పెట్టడం ధర్మం. తిన్నదానికి ప్రత్యుపకారం న్యాయం. తిన్నదానికి ప్రత్యుపకారం న్యాయం. గురు సాక్షాత్ పరబ్రహ్మ సేవించడం ఒకనాటి ధర్మం. గురు సాక్షాత్ పరబ్రహ్మ సేవించడం ఒకనాటి ధర్మం. గురుత్వానికి జీతంతో జీవం పోయడం ఈనాటికి న్యాయం. ధర్మే చార్దే చ కామే చ త్వయేషాం నాటి చరిత్రవ్యం. బాసల పెట్టుబడికి కట్టుపాడే దాంపత్య ధర్మం. బాసల పెట్టుబడికి కట్టుపాడే దాంపత్య ధర్మం. సహజ స్వేచ్ఛ సహజీవనమే సమకాలిక న్యాయం.
సహజ స్వేచ్ఛ సహజీవనమే సమకాలీన న్యాయం. వంశ సంస్కార సంప్రదాయ సంరక్షణం నాటి సంతానం. వంశ సంస్కార సంప్రదాయ సంరక్షణం నాటి సంతానం. తరతరాలు పంచుకునే సంపద్వార సత్యమే నేటి న్యాయం. తరతరాలు పంచుకునే సంపద్వార సత్యమే నేటి న్యాయం. అదుకున్న సాయానికి ఆ జీవన కృతజ్ఞత నాటి ధర్మం. మాతృదేవత స్తన్యానికి మూల్యం కట్టడం నేటి న్యాయం. మాతృదేవత స్తన్యానికి మూల్యం కట్టడం నేటి న్యాయం. మనవాడి మమేకమవటం నాటి ధర్మం. తనువాడి తగువాడి ఏకాకులవటం నేటి న్యాయం. మనవాడి మమేకమవడం నాటి ధర్మం. తనువాడి తగువాడి ఏకాకులవడం నేటి న్యాయం. ధర్మ న్యాయాలు జీవన దర్పణ బింబ ప్రతిబింబాలు. ధర్మ న్యాయాలు జీవన దర్పణ బింబ ప్రతిబింబాలు. ఎదురుగా ఉన్న పరస్పర ఆశ్రయాలు. ఎదురుగా ఉన్న పరస్పర ఆశ్రయాలు. పరస్పర ఆశ్రయమే సమాజ ధర్మం హితం. పరస్పర ఆశ్రయమే సమాజ ధర్మం హితం. ఈనాటి జీవితం నిరాశలోనే ఆశ ఉంది. తిరస్కారంలోనే పరిష్కారం ఉంది. నిరాశలోనే ఆశ ఉంది. తిరస్కారంలోనే పరిష్కారం ఉంది. ఓటమిలోనే పాఠం ఉంది. నిర్లక్ష్యంలోనే లక్ష్యం ఉంది. ఓటమిలోనే పాఠం ఉంది. నిర్లక్ష్యంలోనే లక్ష్యం ఉంది. నిదానంలోనే సమాధానం ఉంది. నివాదాల్లోనే సమాధానం ఉంది. నీ భవిష్యత్తు నీ చేతుల్లోనే ఉంది. నీ భవిష్యత్తు నీ చేతుల్లోనే ఉంది. దానిని ఎలా మలుచుకుంటావో నీ ఆలోచనలోనే ఉంది. దానిని ఎలా మలుచుకుంటావో నీ ആലോചനలోనే ఉంది. താങ്ക് യു. നന്ദി. ശോഭ നവീൻ. കാവ്യ സമ്മേളനം വന്നപ്പോൾ സംസ്കൃതത്തെ ആവാം എന്ന് കരുതി സ്വന്തമായിട്ട് എഴുതിയതാണ്. ചെറുതായിട്ടൊന്ന് സംഗീതം കലർത്തി. ലോക ശുഭമസ്തു നിത്യം സകല ലോക ശുഭമസ്തു നിത്യം സകല ചരാചര ലോക ശുഭമസ്തു നിത്യം സകല ചരാചര ദേവ സ്വരൂപ മാനുഷ മഹാനുഭാവ ശുഭമസ്തു നിത്യം. ലോകശോകാദി മാനസ ചിന്താ വിശേഷ കൃതഭാനോ ആകാശാവകാശ പ്രമാണ വിശ്വാസാസ്തേയ മാനോലോക ശുഭമസ്തു നിത്യം. മാനവാദി സകല ചരാചരാനന്ദോ മാനസ ദുരിത ലളിതാമൃത പ്രദാരവിന്ദോ സ്യാനന്ദൂര പുരദേവ ഗണഗദ സിംഹ ആനന്ദാത്മ പൂർണ്ണ പ്രകാശ മുദബന്ധോ ലോക ശുഭമസ്തു നിത്യം. ആനന്ദപയോധി സുഷമ ആപോഹായ ദീപ്രദാന ആയ സുഗന്ധനിഗന്ധനി രൂപമലോക ശുഭമസ്തു നിത്യം. ശുഭവരദ ഫലദ മത അഹങ്കാരഹര നിരാമയാമൃത മായാസദന ലോക ശുഭമസ്തു നിത്യം. ശ്രീകരാധാരഭീത സാരസ നാരദ മാനസ ഗിരിവരധന്യ
पुराणजितमन लोक शुभमस्तु नित्यं भाग्य भाग्यमेरु समान क्षेत्रालय योगानंद संगीत देव माधव मानसलोक शुभमस्तु नित्यं श्रीमद्भागवत मोगांशु बुधवरद माधवादि नुत शाश्वत वरद देवालयाश्रित प्रवर तामस गुण घातक मनसि जाम जवर कामन मदर माररागलित साधन सोदरांग माया मधुजित नुदमन लोक शुभमस्तु नित्यं हे विहग वीरा गमन भागवत अखिल लयादि कथा सागर प्रमद चांद मदमुरारी विमलासन सारसिज सुम आनंद नयन श्री पूर्ण प्रकाश नुतांग सुरगन मदगर कदन दहन पराशर मुनि जनगार सुधावर सकल सुरवद भुज शिर नुत लोक शुभमस्तु नित्यं सकल लोक शुभमस्तु नित्यं माननीयगण और सभी आदरणीय सदस्यों को मेरा सादर प्रणाम। आज आपके सामने मैं अपनी एक कृति प्रस्तुत कर रही हूं, तलाश। तलाश है उस मां का जो खुद आग में जलकर भी करुणा के टंड फैलाती है। तलाश है उस मां का जो खुद आग में जलकर भी करुणा के टंड फैलाती है। तलाश है उस पिता का जो अकेले वटवृक्ष बनकर शीतल का छाव फैलाता है। तलाश है उस पिता का जो अकेले वटवृक्ष बनकर शीतल का छाव फैलाता है। तलाश है उस बहिना का जो जिंदगी के रसभंग पर उल्लास की जोश भरती है। तलाश है उस बहिना का जो जिंदगी के रसभंग पर उल्लास की जोश भरती है। तलाश है उस बाई का जो हर दुर्गत रास्ते पर राम सेतु जैसा खड़ा होता है। तलाश है उस बाई का जो हर दुर्गत रास्ते पर राम सेतु जैसा खड़ा होता है। तलाश है उन व्यक्तियों के जिसके चेहरे नवजात जैसे मुस्कुराते हैं। तलाश है उन व्यक्तियों के जिसके चेहरे नवजात जैसे मुस्कुराते हैं। तलाश है उस गुरुकुल का
जहां ज्ञान की रोशनी फैलाती है। तलाश है उस गुरुकुल का जहां ज्ञान की रोशनी फैलाती है। तलाश है वह नदियों का जो जीव जल होकर बाधा बिन बहता है। तलाश है उस गुरुकुल का जहां ज्ञान की रोशनी फैलाती है। तलाश है वह नदियों के जो जीव जल होकर बाधा बिन बहता है। तलाश है उस दोस्ती का जो जिंदगी के हर रिश्ते के मूल्य निभा सके। तलाश है उस दोस्ती का जो जिंदगी के हर रिश्तों के मूल्य निभा सके। तलाश है उस देश का जहां भ्रष्टाचार से मुक्त होकर प्रेम और भाईचारे से भरा हो। तलाश है उस देश का जहां भ्रष्टाचार से मुक्त होकर प्रेम और भाईचारे से भरा हो। तलाश है उस पवित्र मिट्टी का जिसका अन्न अमृत हो और कोई भूखा ना सोता हो। तलाश है उस पवित्र मिट्टी का जिसका अन्न अमृत जैसा हो और कोई भूखा ना सोता हो। तलाश है उस हर तलाश का जो देश को परिवर्तन कर सके। तलाश है उस हर तलाश का जो देश को परिवर्तन कर सके। धन्यवाद, नमस्कार। നന്ദി ഡോക്ടർ രാഹുലകുമാരൻ അമ്മയെ ആരാണ് എൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ വഴിക്ക് ഭഗവാൻ ബുദ്ധൻ ഭിക്ഷ തേടി നടക്കുന്നുണ്ടായിരുന്നു. ഒരേ സമയം ആ മനുഷ്യനിൽ ഭഗവാനെയും തൻ്റെ ഭർത്താവിനെയും കണ്ടുകൊണ്ട് യശോധര ഭഗവതി എഴുതിയിട്ടുള്ള നരസിംഹഗാഥ എന്ന് പറയുന്ന പാലിയിലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാവ്യാംശമാണ് ആലപിക്കുവാൻ വേണ്ടി പോകുന്നത്. അനിരോധം അനുത്പാദം അനുച്ഛേദം ശാശ്വതം അനേകാർത്ഥം അനാനാർത്ഥം അനാഗമം അനിർഗമം യഹ പ്രതീച്ച സമുത്പാദം പ്രപഞ്ചോപശമം ശിവം ദേശയാമാസ സംബുദ്ധസ്തം വന്ദേ വദതാം വരം നമോദസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ ചക്രവാരം കേദാരത്സുപാദോ ലംഘനമണ്ഡിത ആയതപന്ഹി चामरछत्त विभूषित पादो ऐसे ही तुइह पिता नरसिंहो सख्य कुमार वरो सुकुमालो लंघन चिट्ठ पुण्य शरीरो लोकहिताय गतो नरवीरो ऐसे ही तुइह पिता नरसिंहो पुण्य संकीर्णि भोमुख वन्नो देवनारायण पियो नरनागो मत्तगयिन्द विलासिदगामी ऐसे ही तुइह पिता नरसिंहो क्षत्रिय संभव अग्रकुलीनो देवमणो सणमसिता पादो शील समाधि पधिष्ठित चित्तो ऐसे ही तुइह पिता नरसिंहो वक्षसो मक्षसो संस्थित गीवो
സിംഹനൂമിക രാജശരീരം കഞ്ചന സുച്ഛവി ഉത്തമവണ്ണ ഏസഹി തുഹ പിതാ നരസിംഹോ ഗച്ഛതി നീലപഥേ ഇവ ചന്ദോ താരഗണപരിവേഠിതരൂപ സാവകമധ്യം ഗതോ സമണിന്ദോ ഏസഹിതിഹ പിതാ നരസിംഹോ നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. ഉൾപ്പെടെ 21 രാജ്യങ്ങളുടെ ഭാഷകൾ ഇതിലുള്ള സാഹിത്യ രചനകളും കവിതകളും മറ്റും കേട്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച നമ്മുടെ പുസ്തക സമിതിയുടെ ഭാഗമായ RS ഭാസ്കർ ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു.